ഫുൾ സോൾസ് നമുക്കിന്ന് 3 കാർഡ് എടുത്തിട്ട് അതിൻ്റെ നേരത്തെ ഇന്ന് കിട്ടിയത് എന്താണെന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത് 5 ഓഫ് വാൻസ് ആണ്. 5 ഓഫ് വാൻസ് എന്ന് പറയുമ്പം പിന്നെ ഒരു മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണിത്. മാനസിക സംഘർഷം എന്ന് പറയുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് ഇവിടെ. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ഇയാളുടെ മനസ്സിനെ അത്രമാത്രം മതിച്ചിരിക്കുന്നു എന്നാണ്. ആ വ്യക്തിയെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ ആ ഓർമ്മകൾ, ചിന്തകൾ വളരെയധികം വ്യാകുലപ്പെടുത്തുന്നു. കാരണം നിങ്ങളുടെ എനർജി മാറിയിരിക്കുന്നു. നിങ്ങളെന്ന് പറയുമ്പോൾ പണ്ട് ഈ വ്യക്തിയുടെ പുറകെ നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊക്കെ മാറിയിട്ട് നിങ്ങൾ നിങ്ങളുടെ മാത്രം കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിക്കുന്ന പോലുമില്ല. അത് ഈ വ്യക്തിയെ വളരെയധികം വേദനിപ്പിക്കുന്നു, മാനസികമായി തകർത്തിരിക്കുന്നു എന്ന് കാണിക്കുന്നു. എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്കൊന്ന് വരണമെന്ന് ആഗ്രഹമുണ്ട്, കാണണമെന്ന് ആഗ്രഹമുണ്ട്, സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു മെസ്സേജ് തരണമെന്ന് ആഗ്രഹമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ എല്ലാം അടക്കി പിടിച്ചു വച്ചിരിക്കുന്നു. കാരണം തൻ്റെ ഇമോഷൻസ്, ഫീലിങ്സ് മറ്റാരും അറിയാതിരിക്കാൻ വളരെ പണിപ്പെടുന്നു. ആരെയും അറിയാൻ ഒരുപാട് സ്നേഹമുണ്ട് ഉള്ളിൽ, പക്ഷേ അതാരും അറിയാൻ ആൾ താല്പര്യപ്പെടുന്നില്ല. ആരും അറിയാതെ അത് ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്നു. കാരണം എപ്പോഴെങ്കിലും നിങ്ങൾ തിരിച്ചു ചെല്ലും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നു എന്നാണ്. എന്നാൽ നിങ്ങളിലേക്ക് കടന്നു വരുവാൻ എങ്ങനെ ഈ സംഘർഷങ്ങളൊക്കെ അനുഭവിക്കുമ്പോഴും നിങ്ങളിലേക്ക് കടന്നു വന്ന് മുൻകൈ എടുത്ത് നിങ്ങളിലേക്ക് വരുവാൻ ആ ആളുടെ ഈഗോ സമ്മതിക്കുന്നുമില്ല. ഓക്കെ, പറഞ്ഞ മനസ്സിലായല്ലോ. ആ ഈഗോ സമ്മതിക്കുന്നില്ല. ഇവിടെ നൈറ്റ് ഓഫ് കപ്സിലും അതുണ്ട്. ചിലത് സമ്മതിക്കുന്നില്ല. താന്നു തരിക എന്ന് പറയുന്ന ആ ഒരു സ്വഭാവം പണ്ടേ ഇല്ല. ഓക്കെ, അതില്ലാത്തത് കൊണ്ട് നിങ്ങൾ ചെന്നിട്ട് ആ കാര്യങ്ങൾ അത് ഓക്കെ ആക്കി എടുക്കണം. അല്ലെങ്കിൽ പിന്നെ വരട്ടെ, ഇന്നല്ലെങ്കിൽ നാളെ വരും, ആ പ്രതീക്ഷയുമായിട്ട് ഒരു കയ്യിലൊരു പൂച്ചെണ്ടുമൊക്കെ ആയിട്ട് കാത്തിരിക്കുകയാണ്, നിങ്ങളെയും പ്രതീക്ഷിച്ച്. ഓക്കെ, അപ്പോൾ ഇന്ന് കിട്ടിയ എനർജി നമുക്കിതാണ്. ഇത് ആർക്കൊക്കെ റെസനേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല, ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ റെസനേറ്റ് ആവുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്.